ഇപ്പോൾ ടെലഗ്രാമിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള വേറെ ഒരാളും കൂടി അഡ്മിൻ ആക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതൊരു ഗ്രൂപ്പിലോട്ടാണോ പുതിയ അഡ്മിനെ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു അഡ്മിനെ അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് മുകളിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേരും കാര്യങ്ങളും കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആരെയാണോ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആക്കേണ്ടത് അയാളുടെ കോൺടാക്റ്റിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രൊമോട്ട് ടു അഡ്മിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവർക്ക് എന്തൊക്കെ പെർമിഷൻസ് കൊടുക്കണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവർക്ക് മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പെർമിഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യൂസേഴ്സിനെ ബാൻ ചെയ്യാനുള്ള അവകാശമൊക്കെ ഇവർക്കുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവർക്ക് പുതിയ അഡ്മിൻസിനെ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് ഓഫാക്കിയും വെക്കാവുന്നതാണ്. പിന്നെ റിമെയിൻ അനോണിമസ് എന്നുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതായത് ഇയാൾ അഡ്മിൻ ആയ കാര്യം ബാക്കിയുള്ളവർ അറിഞ്ഞോളണം എന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ അതും ഓണാക്കി വെക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ മുകളിൽ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആൾ അഡ്മിൻ ആവുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു കോൺടാക്റ്റിൻ്റെ സൈഡിലായിട്ട് അഡ്മിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം ഈ ഒരു വ്യക്തിയും ഇനി മുതൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരാളെ അഡ്മിനായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുനായിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.